മാമുക്കോയനെ കുറിച്ച് ഓർക്കുമ്പോൾ മലയാള സിനിമയുടെ ഒരു കാലമാണ് ഓർമ്മ വരുന്നത്. ഒരു കാലം എന്ന് ഞാൻ പറഞ്ഞത്, നമുക്കറിയാം നമ്മുടെ ഗ്രാമ ജീവിതവും നമ്മുടെ നഗരമൊക്കെ തന്നെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മനുഷ്യരുണ്ട്. ആ പച്ചയായ ചില മനുഷ്യരുടെ പ്രതിരൂപമായിട്ടാണ് ഞാൻ എന്നും മാമുക്കോയനെ കാണുന്നത്. പ്രത്യേകിച്ചും കോഴിക്കോടൻ ജീവിതത്തിൻ്റെ, കോഴിക്കോടൻ നാട്ടുശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മാമുക്കോയ. സിനിമയിൽ ഞാനും അദ്ദേഹം കൂടി ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയിലാണ് ആദ്യം മാമുക്കോയ അഭിനയിക്കുന്നത്. അതിനുശേഷം നിരവധി സിനിമകളിൽ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് പെരുമഴക്കാലത്തിൽ മാമുക്കോയ ചെയ്ത വേഷമാണ്. അതുവരെയും ഒക്കെ തന്നെ ഹാസ്യ കഥാപാത്രങ്ങളെയാണ് മാമുക്ക കൂടുതൽ പ്രതിദാനം ചെയ്തിട്ടുള്ളതെങ്കിൽ പെരുമഴക്കാലത്തിൽ വന്നപ്പോൾ ആ സിനിമയുടെ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന, ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മാമുക്ക ആ സിനിമയിൽ വരുന്നത്. ഞാനും ടി റസാഖും അതിൻ്റെ കഥ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാമുക്ക ആദ്യം ചോദിച്ചത്, ഇത് നെടുമുടി വേണു അഭിനയിക്കേണ്ട ക്യാരക്ടറല്ലേ, എനിക്കിതിലേതാ ക്യാരക്ടർ? ഞാൻ പറഞ്ഞു, വേണിച്ചേട്ടനല്ല, മാമുക്കയാണ് ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. മാമുക്ക വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല, കാരണം അത്രയും ഇമോഷണലായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, മാമുക്കയുടെ മുഖത്ത് അതുണ്ട്, ആ ദൈന്യതയൊക്കെ വരും മാമുക്കയുടെ മുഖത്ത്. മാമുക്ക പിന്നീട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിലുടനീളം അധികം തമാശകളൊന്നും പറയാത്ത മറ്റൊരു മനുഷ്യനായിട്ട്, ഒരു കഥാപാത്രമായിട്ട് പരിണമിക്കുകയായിരുന്നു മാമുക്ക അതിൽ ചെയ്തത്. മാമുക്കക്ക് ആ സിനിമയിലൂടെ മികച്ച നടനുള്ള ഒരു സഹനടനുള്ള സ്പെഷ്യൽ അവാർഡ് കിട്ടിയെന്നുള്ളതാണ് പെരുമഴക്കാലത്തിൽ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര മേഖലയിലെ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന എന്നും ഓർക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് പെരുമഴക്കാലത്തിലെ ക്യാരക്ടറിനെ അടയാളപ്പെടുത്തുന്നത്. നമുക്കറിയാം ഈ തനത് ജീവിത രീതി, കോഴിക്കോടൻ ഭാഷയൊക്കെ സിനിമയിലൂടെ ഇന്ന് നമുക്ക് എല്ലാ ദേശത്തിൻ്റെയും സിനിമകൾ പലപ്പോഴും കഥാപാത്രങ്ങൾ ഈ പുതിയ കാലത്തെ സിനിമകളിൽ കാണാം. പക്ഷേ ഒരു കാലഘട്ടത്തിൽ മാമുക്കോയാണ് അതിന്, അല്ലെങ്കിൽ ഇന്നസെൻ്റ് തൃശ്ശൂർ ഭാഷ എന്നുള്ള രീതിയിൽ ഇവരാണത് തുടങ്ങി വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങളൊക്കെ ഒരുമിച്ച് സഞ്ചരിച്ച ഒരു കാലം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്നും ഓർമ്മയിലുണ്ട്. മാമുക്കോയുടെ ഓർമ്മയിൽ തന്നെയാണ് ഇന്നും ഞങ്ങളൊക്കെ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്, സഹപ്രവർത്തകന് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമിക്കുന്നു. ഓർമ്മയിലെന്നും